ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ വലിയവനായ കർത്താവ് എന്നെ സഹായിച്ചതുകൊണ്ട് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തി വരുന്ന പ്രസംഗ പരമ്പരയാണല്ലോ ഇത്. അതിൽ ഭക്തന്മാരുടെ താൽക്കാലികമായ സംശയങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഭക്തന്മാരുടെ താൽക്കാലിക സംശയങ്ങൾ, ഭക്തന്മാരുടെ താൽക്കാലികമായ സംശയങ്ങൾ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം പിതാവേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ദിനംതോറും കർത്താവിൻ്റെ പാതയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലെ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് സമ്മതിക്കില്ലേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ചും സംശയത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നത് ഭക്തന്മാരുടെ താൽക്കാലികമായ സംശയങ്ങളെന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാനും കർത്താവിൽ നന്മ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭക്തന്മാരുടെ താൽക്കാലികമായ സംശയങ്ങളെന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഭക്തന്മാരുടെ താൽക്കാലികമായിട്ടുള്ള സംശയങ്ങൾ. ഈ ഭാഗത്ത് ഒരു ദൈവ പൈതലാണ്, ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ്, ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്, യാതൊരുവിധമായിട്ടുള്ള സംശയങ്ങളുമില്ല, ദൈവത്തിൻ്റെ വഴികൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ, ഒരു താൽക്കാലികമായ ഒരു അധികം നീണ്ടു നിൽക്കാത്ത ചില സംശയങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാനൊക്കെ സാധിക്കും. അപ്രകാരം താൽക്കാലികമായിട്ടുള്ള സംശയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഇടവേളകളിലായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചില താൽക്കാലികമായി കടന്നു വന്നിട്ടുള്ള സംശയങ്ങളുള്ള ചില ഭക്തന്മാരെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് യോഹന്നാൻ സ്നാപകനാണെന്ന് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകൻ കാണാൻ സാധിക്കും. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ആ സഹോദരന്മാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവനിൽ ദീനമായി കിടക്കുന്നെന്ന് പറയിച്ചു. ഈ ഭാഗത്ത് കാണുന്നത് കൂടെ സാധിക്കുന്നത്, ക്ഷമിക്കണം, ഞാൻ എടുത്ത വാക്യം മാറിയപ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 11-3 പറയുന്നത് എങ്ങനെയാണ്? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഈ ഭാഗത്ത് കാണുന്നതൊക്കെ സാധിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി. ഇനി വരുവാനുള്ളവൻ ഈ കർത്താവായ അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്നവൻ തന്നെയാണോ? വളരെ സംശയം. കാരണം യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയമുണ്ടായി. കാരണം മശിഹായുടെ വരവിന് പോലെയല്ല അവൻ്റെ വരവ്. കാരണം അവൻ രാജാതി രാജാവാണെന്നൊക്കെയും പറയുന്നുണ്ടെങ്കിൽ പോലും യോഹന്നാൻ സ്നാപകൻ്റെ ഹൃദയത്തിലൊരു സംശയമുണ്ടായി. അതൊരു ഒരു ഭക്തൻ്റെ താൽക്കാലികമായ സംശയങ്ങളെന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ചിന്തിച്ചു, കുറേ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു, വരുവാനുള്ളവൻ അവൻ തന്നെയാണോ?
തൻ്റെ ശിഷ്യന്മാരുമായി അത് പങ്കുവെച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യണം, യേശുക്രിസ്തുവിനെ പോയെന്ന് കാണണം, അല്ലെങ്കിൽ യേശുവിനെ പോയി കാണണം. കണ്ടിട്ട് ചോദിക്കണം, വരുവാനുള്ളവൻ നീയാണോ എന്ന് ചോദിക്കണം. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാനാണ് ഞാൻ വന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകന് മനസ്സിലായി ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ തൻ്റെ രക്ഷകനായിട്ടുള്ള വരുന്ന കർത്താവായ യേശു ക്രിസ്തു അവനെ വിടുവിക്കുമെന്നും ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ ചിന്തിച്ചു. യേശുവിൽ നിന്ന് ഒരു മനസ്സലിവും ദയയും അവന് ലഭിച്ചില്ല. എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കാനുള്ള യാതൊരുവിധമായിട്ടുള്ള കാര്യങ്ങളും യേശു ക്രിസ്തുവിൽ നിന്നും അവനുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരാഗ്രഹത്തിൽ കിടന്ന യോഹന്നാൻ സ്നാപകൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംശയം മനസ്സിലുണ്ടായി, വരുവാനുള്ള നീയാണോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ അവനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കത്തില്ല. പല സമയത്ത് നമുക്ക് പല സ്ഥലത്തിൽ പല ഇടങ്ങളിൽ വെച്ച് നമുക്കും ചില വിധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, താൽക്കാലികമായിട്ടുള്ള ചില സംശയങ്ങൾ. പ്രിയ മക്കളെ, അപ്പോൾ ആ സംശയങ്ങളെന്ന് പറയുന്നത്, ആ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകേണ്ടതാണ് എന്ന് കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തിരുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെ സഹായിച്ചതല്ല, അല്ലെങ്കിൽ സഹായിക്കാനല്ല, പകരം യോഹന്നാൻ സ്നാപകൻ വലിയൊരു രക്തസാക്ഷിത്വം വഹിക്കാൻ പോവുകയാണ്. ലോകത്തിലെ നാനാവിധ ആളുകൾക്ക് വേണ്ടി, അവരുടെ വിശ്വാസത്തിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെടുവാൻ പോവുകയാണ്. അവിടെ യോഹന്നാൻ സ്നാപകനെ രക്ഷിക്കുവാനല്ല കർത്താവ് നോക്കുന്നത്, ആ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിലൂടെ അനേകം ആളുകൾ കർത്താവിനെ അറിയുവാനും ദൈവത്തെ രുചിച്ചറിയുവാനും പോകുകയാണ് അവൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ. അതാണ് യേശു ക്രിസ്തു അവിടെ കണ്ടത്. യോഹന്നാൻ സ്നാപകനെ രക്ഷിക്കാനല്ല ദൈവം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന യേശു മാനവരാശിയുടെ രക്ഷയാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകന് മനസ്സിലായി, ഇനി യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ കാരാഗ്രഹത്തിൽ രക്ഷിക്കുവാനൊക്കെ സാധിക്കത്തില്ല, പകരം എൻ്റെ മരണം അത് സുനിശ്ചിതമാണ്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ് ഞാനായിരിക്കുന്നത് കാണുന്നതൊക്കെ സാധിക്കും എന്നുള്ള ചിന്ത യോഹന്നാൻ സ്നാപകനെ ചിന്തയെ ബലപ്പെട്ടു. അങ്ങനെ അവന് മനസ്സിലായി, ഇത് വരുവാനുള്ളവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. പ്രിയ മക്കളെ, നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ഇതെന്തുകൊണ്ട് മാറിപ്പോകുന്നില്ല, ഇതെനിക്കിങ്ങനെ ഒരു സംഭവിച്ചു, അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോഴാണ് കർത്താവ് നമുക്ക് ഒരു യാതൊരുവിധമായ ഉത്തരങ്ങൾ തരുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുതായിട്ടൊരു സംശയം ഉണ്ടാകും, ഈ ഒരു പ്രശ്നം നമ്മുടെ എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് കാര്യം? പ്രിയമക്കളെ, നിങ്ങൾക്കത് വന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവം വരുത്തിയതാണ്. ആ പ്രശ്നത്തെ ദൈവം സഹായിക്കാൻ വരുത്തേയില്ല. കാരണം നിങ്ങൾ അതിലൂടെ കടന്നുപോയി ദൈവത്തിൽ നിന്ന് വലിയൊരു സാക്ഷ്യമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ പ്രതിസന്ധി നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും നിങ്ങളെ തന്നെയും വലിയൊരു മാറ്റത്തിന് വിധേയമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കളിമണ്ണിലൂടെ ഒരു കുടം എങ്ങനെ മെനഞ്ഞെടുക്കുന്ന പോലെ കുശവൻ തൻ്റെ കളിമൺ പാത്രത്തെ ഉടച്ചു കളഞ്ഞൊരു പുതിയ കുടമാക്കി രൂപാന്തരപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ മെനയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, കർത്താവേ എന്തുകൊണ്ട്? ആ എന്തുകൊണ്ടെന്ന് ഉത്തരമാണ് നിങ്ങൾക്ക് ആ പ്രശ്നം കഴിഞ്ഞു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ആ പ്രതിസന്ധി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ആ കാര്യത്തിൽ നമുക്ക് ചിലപ്പോഴും ചില സംശയങ്ങളുണ്ടാകാം. അതാണ് ഭക്തന്മാരുടെ ചെറിയ സംശയങ്ങളെന്ന് പറയുന്നത്, താൽക്കാലികമായ സംശയങ്ങൾ. ദൈവത്തിൽ നിന്നും പലപ്പോഴും ചില താൽക്കാലികമായ സംശയങ്ങൾ നമുക്കുണ്ടാകും, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് താൽക്കാലികമായ സംശയങ്ങളുണ്ടാകും. പക്ഷേ അതിനുള്ള അന്ത്യമെന്ന് പറയുന്നത് ഒരു വലിയൊരു രക്തസാക്ഷിത്വമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകി തരുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിന് മുന്നോടിയാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു.
പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 11:39. ഇവിടെ കാണുന്നതൊക്കെ സാധിക്കുന്നത്, കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ലാസർ മരിച്ചു. തൻ്റെ സഹോദരിമാരായിട്ടുള്ള മാർത്തയും മറിയവും പൊട്ടിക്കരയുകയാണ്. സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ആ ദേശനിവാസികൾ എല്ലാവരും തന്നെ കരയുകയാണ്. ഒരു വിലാപ ഭവനമായിട്ട് മാറി. ആ ദേശം ഒരു വിലാപ ഭവനമായിട്ട് മാറി. എല്ലാവരും ദുഃഖത്തിലാണ്ടു. കാരണം ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നവൻ, ആ സമൂഹത്തിൽ നല്ല വ്യക്തിയായിട്ടിരിക്കുന്ന വ്യക്തി അകാലത്തിൽ പൊരിഞ്ഞു പോയിരിക്കുന്നു. ആർക്ക് സഹിക്കും? നമ്മുടെ ദേശത്തിൽ ആരെങ്കിലും അപ്രകാരം അകാലത്തിലൊരു നല്ല വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ ജാതി മതഭേദമെന്നെ എല്ലാവർക്കും സങ്കടമാകും. എല്ലാവരും ഒഴുകിയെടുത്തു. ആ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് എല്ലാവരും, അവിടെയുള്ള ജനങ്ങളെല്ലാം ഒഴുകിയെടുത്തു. അപ്പോൾ അവിടെ അടക്കം പറയുന്നു, യേശു ക്രിസ്തു വന്നില്ലല്ലോ. ലാസറിൻ്റെ കൂട്ടുകാരനായിരുന്ന യേശു ക്രിസ്തുവിന് അവിടെ വന്നില്ലല്ലോ. മാർത്തയും മറിയയും ഓർത്ത് യേശു വന്നില്ല. അവനെ പകൽ സമയം മുഴുവൻ വിലാപഭവനമായി മാറി. അവസാനം അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. അവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞു കർത്താവ് അവിടേക്ക് വന്നു. അപ്പോൾ അവരുടെയൊക്കെ മനോഭാവം എന്തായിരിക്കും? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കണം. ഓരോ വ്യക്തികളുടെ മനോഭാവം എന്തായിരിക്കും? യേശു ഇപ്പോഴാണ് വരുന്നത്. അവൻ്റെ ഡെഡ് ബോഡി അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനൊക്കെ യേശു അവിടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണോ കയറി വന്നിരിക്കുന്നത്? ഒരു ഷാണ് ചിന്തിക്കും, ഇപ്പോഴാണ് യേശു അവിടെ കടന്നു വന്നത്. എല്ലാവരും തലകുനിച്ചു. നാണക്കേട്. തൻ്റെ കൂട്ടുകാരൻ മരിച്ചിട്ട് യേശുവിനെ അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ വന്നിട്ട് എന്താ കാര്യം? 4 ദിവസം കഴിഞ്ഞ് എന്തിനാണ് വരുന്നത്? യേശു അവിടെ വന്നു. യേശുവിനറിയാം എന്താണ് നടക്കാൻ, ഇനി വരാൻ പോകുന്ന സംഭവം എന്താണെന്ന് യേശു നന്നായിട്ട് അറിയാം. യേശു ആ ഭവനത്തിലേക്ക് വന്നു. എല്ലാവരും ഒരു പക്ഷേ നെറ്റി തുളിച്ചു. പക്ഷേ മാർത്തയ്ക്കും മറിയയ്ക്കും യേശുവിനെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. യേശുവിനെ അടുത്തേക്ക് ഓടി വന്നു. മൂവരും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവർ കരഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ ഉള്ള നൊന്ത് കരഞ്ഞു. അവർ ലാസറിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ കല്ലറയിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു സംഭവം നടന്നു. കർത്താവ് പറഞ്ഞു, കല്ലറയുടെ അവിടെ പറയുന്നുണ്ട്, ഗുഹയിൽ ആയിരുന്നു ആ കല്ല് അത് വെച്ചിരുന്നു. ആ കല്ല് മാറ്റുവാനായിട്ട് കൽപ്പിച്ചു. അപ്പം മാർത്ത പറഞ്ഞു, വേണ്ട, അവിടെ നാറ്റം വെച്ച് തുടങ്ങി. നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? നാറ്റം വെച്ച ശരീരത്തോട് പിന്നെ എന്തിനാണ് കാണുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇവിടെ പറഞ്ഞു 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. ഇവിടെ നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞ്, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കണതിന് അവിടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറേ പുറത്ത് വരിക എന്ന് വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരിക്കുന്നു. അവൻ്റെ കെട്ട് അഴിക്കുവനെന്ന് അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ മക്കളെ, അപ്രകാരം ഒരു വലിയ വിശ്വാസം യേശു അവിടെ ചെയ്ത അത്ഭുതത്തിൽ ഒരു അല്പനേരം അവിടെ ആ ഭവനം എന്ത് ചെയ്തു? അവിടെ ഒരുപക്ഷെ ആ സഹോദരന് ആ സഹോദരിമാർക്കറിയാം, യേശു പറഞ്ഞിട്ടുണ്ട്, എന്താണ്, അവർ മരിച്ചവരെ ഉയർപ്പിപ്പാൻ തക്കൊണ്ട് കഴിവുള്ളവനാണ്. നായിലെ പട്ടണത്തിൽ യേശു ഒരാളെ ഉയർപ്പിച്ചവനാണ്. യേശുവിനെ ഉയർപ്പിക്കാൻ തക്കൊണ്ട് സാധിക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ എങ്കിലും
തൻ്റെ ഒരു ജീവിതത്തിലെ അവസ്ഥ നേരിട്ടപ്പോൾ അവർക്കത് മറന്നുപോയി. യേശുവിനെ സംശയിച്ചു. നായിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവിൻ്റെ സാക്ഷി അവർ കേട്ടതാണ്, അവർ കണ്ടതാണ്. പക്ഷേ തൻ്റെ സ്വന്തം അനുഭവം വന്നപ്പോൾ യേശുവിനെ മറന്നുപോയി. പലപ്പോഴും സുവിശേഷകന്മാരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. പലയിടങ്ങളിലും പല സ്ഥലത്തും പോയി അവർ സുവിശേഷീകരിച്ചിട്ടുണ്ട്. പല രോഗികളെ അവർ സൗഖ്യമാക്കിയിട്ടുണ്ട്. പലവിധമായ വിഷയങ്ങൾക്ക് അവർ പരിഹാരം വരുത്തി ദൈവത്തിൽ നിന്ന് അവൻ വരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം വിഷയത്തിൽ വന്നപ്പോൾ അവർ യേശുവിനെ സംശയിച്ചു. എനിക്കോ? അറിയുന്ന മക്കളെ, സ്വന്തം കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാകാം, അവിശ്വാസമുണ്ടാകാം. താൽക്കാലികമായെങ്കിൽ പോലും നമുക്ക് ചില പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. കഥാവിൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആ താൽക്കാലിക സംശയങ്ങളെ മാറ്റുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കാണാൻ കൊണ്ട് സാധിക്കുന്നു. അടുത്ത ഒരു ആളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമുക്കൊരാളെയും കൂടെ കാണാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്: മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതുകൾ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിട്ടുകയും ചെയ്യത്തില്ലാതെ വിശ്വസിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കർത്താവിനോടൊപ്പം നടന്ന തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാം അവനെന്താണ് തോമസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്. യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. യേശു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവൻ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവനറിയാം. പക്ഷേ യേശു മരിച്ചതോടുകൂടി എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള സമ്പർക്കത്തിൽ യേശുവിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും അവർക്ക് അത് ഉൾക്കൊള്ളുവാണ്ട് അതിനെ പിന്നെ അതെല്ലാം മറന്നുപോയി. ചില സാഹചര്യം വരുമ്പോൾ നമ്മൾ അതെല്ലാം മറന്നു പോകും. തോമസ് അതെല്ലാം മറന്നുപോയി. അവർക്കതൊന്നും ഓർക്കുവാൻ കൂടെ സാധിച്ചില്ല. ഒരു ശിഷ്യന്മാർ പറഞ്ഞു, തോമസ് ആദ്യം വന്ന് കർത്താവ് വന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, തോമസേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തോമസ് പറഞ്ഞു, എവിടെ? എന്താണ് നിങ്ങൾ പറയുന്നത്? യേശു ഉയർത്തെഴുന്നേൽക്കാനോ? മരിച്ചുപോയ യേശുക്ക് ഉയർത്താൻ നമ്മളല്ലേ കല്ലറയിൽ കൊണ്ടുവച്ചത്? നമ്മൾ കരച്ച ആ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വാസ്തവമായ കാര്യമാണോ? ചേച്ചി പറഞ്ഞു, അതെ, വാസ്തവമായിട്ടുള്ള കാര്യമാണ്, സത്യമാണ്, ഞങ്ങൾ കണ്ടതാണ്. തോമസ് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ ആ വിലാപ്പുറം എനിക്ക് കാണണം, ആ വിലാപ്പുറത്ത് കൈയിടണം. ഒപ്പം തന്നെ പറയാണ് ആണിപ്പഴുത് കൈയിടണം, പിന്നെന്താണ്, വിലാപ്പുറത്ത് കൈയിടണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴാണ് 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അവിടെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്നു, നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിൻ്റെ വിരലിട്ട് നോക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ 8 ദിവസം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് കൂടുമ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നു, വാതിലടച്ചിട്ടുണ്ടായിരുന്നു. അതാണ് തോമസ്. ഒരുപക്ഷെ ആ ഒരു പ്രത്യേക പദം ബൈബിളിൽ പറയുന്നതിന് കാരണം വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്നു. തോമസിനോട് നോക്കി, തോമസേ, നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആണിപ്പഴുതിൽ കൈയിടുക, വിലാപ്പുറത്ത് തൊട്ട് നോക്കുക, ഇത് ഞാൻ തന്നെയാണോ? അപ്പോൾ തോമസ് അവനോട്, എൻ്റെ കർത്താവും ദൈവമായുള്ളവയെന്ന് ഉത്തരം പറഞ്ഞു. നീ എല്ലാം അറിയുന്നവനാണ്, നീ സർവ്വവും സൃഷ്ടിച്ചവനാണ്. ഞാൻ സംശയിച്ചു പോയി നിന്നെ, അങ്ങനെ ഞാൻ സംശയിച്ചു പോയി. വളരെ തെറ്റാണ് എനിക്ക് വന്നു ഭവിച്ചത്. കർത്താവേ, എന്നെ അല്പവിശ്വാസം നീ ക്ഷമിക്കണമേ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല സമയത്ത് നമുക്ക് അല്പനേരത്തേക്കെങ്കിലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് ഭക്തന്മാരുടെ താൽക്കാലികമായ സംശയങ്ങളാണ്.
പിന്നീട് ചരിത്രത്തിൽ തോമസ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയായിത്തീർന്നു. മാർത്തയുടെ വചനം ഇന്നും മുഴങ്ങിക്കേൾക്കാത്ത ഒരു മരണ വീടുകളില്ല, അല്ലെങ്കിൽ ജീവിതത്തിലില്ല എന്ന് പറയുന്നു. വിശ്വസിച്ച് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്ത അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വാക്ക് യേശുവിൻ്റെ വായിൽ നിന്ന് വരികയില്ലായിരുന്നു. മാർത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യേശു ക്രിസ്തു പറയാനുള്ള കാരണക്കാരി മാർത്തയാണ്. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. യേശു പറഞ്ഞു, വിശ്വസിച്ച് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നും യേശു പറഞ്ഞ ആ ഒരു വചനം ഇന്നും ലോക ജനതയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. മാനവരാശിയെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉദ്ദീപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വചനം നമ്മളെ എപ്പോഴും മണിനാദം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ കൊള്ളും. ദൈവം നമ്മെ സഹായിക്കുമാകട്ടെ. താൽക്കാലികമായി നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം എന്നേക്കും മറക്കട്ടെ. താൽക്കാലികമായ അവിശ്വാസങ്ങൾ, സംശയങ്ങൾ, താൽക്കാലികമായ സംശയങ്ങൾ നമ്മളിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തോടുമായിട്ടുള്ള പരിപൂർണമായ വിശ്വാസം. 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം സംശയിച്ചു, ഞാൻ കരകരുതി കിടക്കുമ്പോൾ യേശു എന്നെ രക്ഷിക്കാൻ വരുന്നില്ല, പകരം ഇത് യേശു തന്നെയാണോ? ഒരു മനസ്സിൽ ചിന്തയുണ്ടായി. ഒരുപക്ഷെ ചില സമയത്ത് നമ്മുടെ പ്രതിസന്ധി അകപ്പെട്ടു പോകുമ്പോൾ, ആ പ്രതിസന്ധി ഉൾപ്പെട്ട് നട്ടം തിരിയുമ്പോൾ, കർത്താവ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങളെ സഹായിക്കുന്നില്ലല്ലോ, ഇതെന്താണ്? നമ്മൾ യേശു ശരിയായ പാത തന്നെയാണോ? സംശയിക്കരുത്, നിങ്ങൾ ശരിയായ പാത തന്നെയാണ്. അതിലൂടെ ദൈവത്തിന് ഒരു വലിയ സാക്ഷ്യം ചെയ്യുവാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്കത് ഏൽപ്പിച്ചിരിക്കുന്നത്. മാർത്തയുടെ കാര്യം പഠിക്കുമ്പോൾ മാർത്ത യേശു മരണപ്പെട്ട് വരുമെന്ന് പറഞ്ഞ് വന്നില്ല. ആ വലിയ പ്രതിസന്ധിയിൽ യേശു വന്നില്ല. യേശു താമസിക്കുന്നു. എന്താണ് കാര്യം? പ്രിയമക്കളെ, യേശു വരാത്തതിൻ്റെ കാരണം നാറ്റം വെച്ചതിനെയും ഉയർക്കൊണ്ടൊക്കെ കർത്താവിന് സാധിക്കുമെന്ന് ലോക ജനത അറിയുവാനൊക്കണം. ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടി താമസിപ്പിക്കുന്നു. ഒരുപക്ഷെ നിൻ്റെ വീടുകളിൽ താമസിക്കും, നിങ്ങൾ ജോലി നടക്കുന്ന താമസിക്കും. ദൈവം ശരിയായ ജോലിക്ക് വേണ്ടിയുള്ള ശരിയായ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരിക്കും അത്. ഒരുപക്ഷെ ആ ജോലി കമ്പനിയിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ വിളിക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ആ നല്ലൊരു പൊസിഷന് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ ശരിയായ പാത ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്നൊക്കെ സാധിക്കും. തോമസ് സംശയിച്ചു. പക്ഷേ ആ തോമസിന് ആ ഒരു വിലാപ്പുറത്ത് തൊട്ടു നോക്കിയപ്പോൾ അവൻ അനുഭവിച്ച ഒരു നിർവൃതി മറ്റൊരു ശിഷ്യന്മാർക്കും ലഭിച്ചില്ല. യേശുവിനെ കുറച്ചുകൂടെ അടുത്തറിയുവാൻ ഉള്ള അവസരം ആ ഒരു തോമസിന് കിട്ടി. ആ അനുഭവത്തിലൂടെ അല്പവിശ്വാസം വന്നെങ്കിലും പക്ഷേ യേശുവുമായിട്ടുള്ള വീണ്ടും ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുവാണ്ടൊക്കെ തോമസിന് സാധിച്ചു. ഭാരതത്തിൽ സുവിശേഷീകരണം കൊണ്ടുവന്നത് തോമസ് ലീഹയാണെന്ന് കാണുവാനൊക്കെ സാധിക്കും. ഒരു വലിയ ദൗത്യത്തിന് മുന്നോടിയായി തൻ്റെ അവിശ്വാസം അവന് വലിയ ഒരു പ്രചോദനമായി തീർന്നുവെങ്കിലും നമുക്കുള്ള അവിശ്വാസം, ചെറിയ ചെറിയ അവിശ്വാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മളൊരിക്കൽ പോലും തളർന്നു പോകാതെ വീണ്ടും പരിപൂർണ്ണ വിശ്വാസത്തിലേക്ക് വരുവാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായ സംശയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ആ താൽക്കാലികമായ സംശയം കടന്നു വന്നാലും ഞങ്ങൾ അതിലൂടെ തന്നെ കടന്ന് മുന്നോട്ട് തന്നെ പോകുവാനും നിരാശയിലെ പടുകുഴിയൊക്കെ വീഴാതെ ഞങ്ങളെ ദൈവം അതിലൂടെ ഒരു വലിയൊരു വിടുതലിലേക്ക് കാരണമായി തീരുന്നതാണെന്ന് അടിയങ്ങൾ അറിയുന്ന പിതാവേ, ദൈവം ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ വിടുവിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണം. സകലമാനവും മുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.